ഞങ്ങൾ പറഞ്ഞല്ലോ, നമ്മൾ തന്നെ അസംബ്ലി പറഞ്ഞല്ലോ, ഗവൺമെന്റ് പല സ്ഥലത്തും ബിസിനസ് റൺ ചെയ്യാൻ പറ്റില്ല. ഒരു ഗവൺമെന്റ് കേപ്പബിൾ അല്ല. എല്ലാ ഗവൺമെന്റുകളും അതിൽ നിന്ന് വിഡ്രോ ചെയ്യാണ്. ചില കമ്മിറ്റഡ് ആയിട്ടുള്ള ചില ഏരിയയിൽ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്ത് ഗവൺമെന്റിന്റെ ജോലി ഫെസിലിറ്റേറ്ററുടെ ജോലിയാണ്. വേറെ സൗകര്യങ്ങൾ ആളുകൾക്ക് വന്ന് ഇൻവെസ്റ്റ് ചെയ്യാനും ആളുകൾക്ക് സംരംഭങ്ങൾ കൊണ്ടുവരാനുമുള്ള അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക, ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നാണ്. ഗവൺമെന്റ് മുടക്കുന്ന പൈസ ഗവൺമെന്റിന് 3 കൊല്ലത്തിനും 5 കൊല്ലത്തിനിടയിൽ തിരിച്ചു കിട്ടണം. അതാണ് നമ്മുടെ പോളിസി. ഇതൊക്കെ ഈ ഞാൻ പറഞ്ഞ കുറേ വാക്കുകൾ ഉപയോഗിച്ച് ഇതൊക്കെ 10-25 കൊല്ലമായിട്ട് ഇങ്ങനെ സ്റ്റാഗ്നൻ്റായി കിടക്കുകയാണ്, അനങ്ങാതെ കിടക്കുകയാണ്. നമ്മൾ ഈ പൊതുജനത്തിൻ്റെ പണം, നിങ്ങളത് ആലോചിക്കണം, ഞാനും നിങ്ങൾ കൊടുക്കുന്ന നികുതി പണം തെറ്റായ രീതിയിൽ മിസ്മാനേജ്മെന്റ് കൊണ്ടത് നശിപ്പിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഓരോ വർഷം ഓരോ കണക്കും പറഞ്ഞിട്ട് ഓരോ കാര്യം ഓരോ ന്യായം പറയാണ്. അതിൽ നിന്ന് നമ്മൾ മോചിതരാവണം. ജനങ്ങളുടെ നികുതി പണം മുടക്കി ചെയ്യുന്ന സംരംഭങ്ങൾ അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ള കൃത്യമായ പരിശോധന വേണം. 1 രൂപ സർക്കാരിൻ്റെ ചെലവാക്കുന്നുണ്ടെങ്കിൽ അത് നികുതി പണമാണ്. ആ നികുതി പണം ചെലവഴിക്കുന്നതിൽ സുതാര്യത വേണം. അതിന് ആവശ്യമായ കാലാനുസൃതമായ പരിഷ്കരണ കാര്യങ്ങൾ വേണം. ഇത് ഔട്ട്ഡേറ്റഡ് ആണ്. കാലഹരണപ്പെട്ട രീതികൾ ഇപ്പോഴും വെച്ചുകൊണ്ട് നടക്കുകയാണ്. അല്ല, അത് ഞങ്ങൾ അനൗൺസ് ചെയ്ത ഒരു വെൽഫെയർ സ്കീമല്ലേ, അതിന് ഗവൺമെന്റ് ഗ്രാന്റ് കൊടുക്കും. അല്ലാതെ KSRTCക്കാരോട് പൈസ കൊടുക്കാൻ പറയും. ഗവൺമെന്റ് ഗ്രാന്റ് കൊടുക്കും. ഗവൺമെന്റിന്റെ ഒരു വെൽഫെയർ സ്കീമാണ്. ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞ് ഡിക്ലെയർ ചെയ്ത ആ സ്കീമിന് ആവശ്യമായ പൈസ ബജറ്റിൽ മാറ്റിവെക്കും. മനസ്സിലായില്ല? അത് KSRTCയുടെ ബാധ്യത ആവില്ല. എന്താണ്? ആചാരമല്ല. ഈ മൺസൂൺ കാലത്ത് മത്സ്യത്തിൻ്റെ പ്രജനനം നടക്കുന്ന ഏറ്റവും വലിയ സീസണാണ്. ആ സീസൺ സമയത്ത് വലിയ തോതിലുള്ള മത്സ്യബന്ധനം ഉണ്ടായാൽ, യന്ത്രവൽകൃത മത്സ്യബന്ധനം ഉണ്ടായാൽ അത് മത്സ്യത്തിൻ്റെ പ്രജനനത്തെ ബാധിക്കുമെന്നുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ഫൈൻഡിങ്. അതുകൊണ്ടാണ് ആചാരം പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ മാസങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് സയൻറ്റിഫിക് ഫൈൻഡിങ്. മറ്റൊരു ശാസ്ത്രീയമായ ഒരു കണ്ടുപിടുത്തം ഉണ്ടാകുന്നത് വരെ നമ്മളത് ഫോളോ ചെയ്യുകയാണ്. ഇപ്പം നമ്മൾ ഈ ട്രോളിങ് നിരോധിച്ചില്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് അതിശക്തമായ എതിർപ്പുണ്ടാവും, ഭയങ്കര എതിർപ്പുണ്ടാവും. സാധാരണ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് ഈ ട്രോളിങ് നിരോധിച്ചില്ലെങ്കിൽ അതിശക്തമായ എതിർപ്പുണ്ടാവും. പിന്നെ കാലാവസ്ഥ അനുകൂലമല്ലല്ലോ. ആ ഉറപ്പായിട്ട് പ്രൈവറ്റൈസ് ചെയ്യണമല്ലോ, അതെല്ലാം പ്രൈവറ്റൈസ് ചെയ്യണം. എല്ലാത്തിലും ചെയ്യേണ്ടി വരുമല്ലോ, തീർച്ചയായിട്ടും ചെയ്യേണ്ടി വരും. പ്രൈവറ്റ് ഇത് ചെയ്യേണ്ടി വരും. ലയിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യണം. അതായത് ഇച്ചിരി വരുമാനമുള്ള ഒരു വീടും വരുമാനമില്ലാത്തൊരു വീടും കൂടി ഒരുമിച്ച് പോയെന്ന് പറഞ്ഞിട്ട് അതല്ല. നമ്മൾ സപ്ലൈകോയെ സെൽഫ് റിലയൻ്റ് ആക്കാനുള്ള സ്കീം നമ്മൾ പ്രഖ്യാപിക്കും. അല്ല, അത് ഇത് കണക്കിൽ എഴുതി വയ്ക്കാനേ പറ്റുള്ളൂ, അല്ലാതെ വേറെ ഗുണമില്ലല്ലോ. നമുക്ക് സപ്ലൈകോയ്ക്ക് മാർക്കറ്റിൽ ഇടപെട്ട് സാധാരണ മാർക്കറ്റിൽ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ അവർ 13 എസെൻഷ്യൽ കോമോഡിറ്റീസിന് സബ്സിഡി കൊടുത്തിട്ടാണ്, വിതരണം ചെയ്തിട്ടാണ് മാർക്കറ്റിൽ ഇടപെടുന്നത്. ആ സബ്സിഡി കൊടുക്കേണ്ട തുക ഗവൺമെൻറ് കൊടുക്കുകയാണ്. അതിന് പകരം അവരെ സെൽഫ് റിലയൻ്റ് ആക്കി
അവർക്കത് ഗവൺമെൻറ് സബ്സിഡി ഇല്ലാതെ തന്നെ അവർക്ക് സബ്സിഡി കൊടുക്കാൻ പറ്റാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് സപ്ലൈകോയെ എത്തിക്കാനാണ് ഞങ്ങൾ നോക്കുന്നത്.